നമസ്കാരം. അയോധ്യയിലേക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതോടെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഐക്യം രൂപമെടുക്കുകയാണ്. പ്രതിഷ്ഠയുടെ മറവിൽ BJP രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് 28 കക്ഷികളുള്ള മുന്നണിയിലെ ഭൂരിപക്ഷ നിലപാട്. ഉദ്ധവ് താക്കറെ, ഹേമന്ത് സോറൻ, അരവിന്ദ് കെജ്രിവാൾ, അഖിലേഷ് യാദവ് എന്നിവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും അതിന് BJPയുടെ ക്ഷണം ആവശ്യമില്ലെന്നും വിശ്വാസത്തിന്റെ പേരിലാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന കോൺഗ്രസ്, തൃണമൂൽ അടക്കമുള്ള കക്ഷികളുടെ നിലപാടിനെ ഇവർ തള്ളിപ്പറയുന്നുമില്ല. പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയ ആയുധമാക്കുന്നത് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്നാണ് മുന്നണിയിലെ ധാരണ. ചടങ്ങിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പ്രസ്താവനകൾ പരമാവധി ഒഴിവാക്കാനാണ് ശ്രമം. പ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും പ്രതിപക്ഷം മുന്നിൽ കാണുന്നു. ചടങ്ങിന്റെ പേരിൽ പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാക്കാനാണ് BJPയുടെ ശ്രമമെന്നും അതിനെ അതിജീവിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും കോൺഗ്രസ് കരുതുന്നു. ഹിന്ദുത്വ അജണ്ടയ്ക്ക് പിന്നാലെ പോകേണ്ടതില്ലെന്നും തൊഴിലില്ലായ്മ, വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് ഉചിതമെന്നും വിലയിരുത്തിയാണ് പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പാർട്ടി എന്ന നിലയിൽ പങ്കെടുക്കേണ്ടെന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ UDFന് ആശ്വാസം. ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കുകയും തീരുമാനം നീളുകയും ചെയ്തപ്പോൾ മുതൽ അനുകൂല തീരുമാനം കൈക്കൊള്ളരുതെന്ന സമ്മർദ്ദം സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിൽ ചെലുത്തി വരികയായിരുന്നു. അയോധ്യയിലെ മതപരമായ ചടങ്ങിനെ രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ക്ഷണം നിരസിച്ചത്. എന്നാൽ വ്യക്തികൾ എന്ന നിലയിൽ പങ്കെടുക്കുന്നതിന് വിലക്കില്ല. ചടങ്ങിന് മുമ്പ് തന്നെ അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുമെന്ന് വ്യക്തമാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നേതാക്കൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. കേരളത്തിലെ നേതാക്കൾക്കും ഈ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ചടങ്ങിലോ അതിനു മുമ്പോ ആരും അയോധ്യയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ സാധ്യതയില്ല. UDFൽ മുസ്ലിം ലീഗും ഇടതുപക്ഷ പാർട്ടികളായ RSP, CMP, ഫോർവേഡ് ബ്ലോക്ക് എന്നിവയും ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കണം എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടെന്ന നിലപാടാണ് ലീഗിന്. ഇക്കാര്യത്തിൽ തങ്ങളുടെ നയം വ്യക്തമാക്കാൻ ലീഗ് നേതൃയോഗം ചേരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മറിച്ചാകില്ലെന്ന ഉറപ്പ് സംസ്ഥാന നേതാക്കൾ അവർക്ക് നൽകിയിരുന്നു. ഇത് മുഖവിലക്കെടുത്താണ് കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടെന്ന നിലപാട് ലീഗ് എടുത്തത്. ഇതേസമയം അയോധ്യയിലെ ചടങ്ങിൽ കഴിയുമെങ്കിൽ വിശ്വാസികളായവർ പങ്കെടുക്കണം എന്ന നിലപാട് NSS കൈക്കൊണ്ടു. സാമുദായിക സംഘടന എന്ന നിലയിൽ NSSന് അഭിപ്രായം പറയാം എന്ന നിലയിലാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. പള്ളി പൊളിച്ച സ്ഥലത്ത് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ സംബന്ധിക്കില്ല എന്നതാണ് CPM നിലപാട്. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഈ നിലപാടെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. തിരഞ്ഞെടുപ്പിൽ അയോധ്യ പ്രശ്നം ചർച്ചയാകുമെന്നിരിക്കെ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത് എന്ന പ്രചാരണം ഊർജിതമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. അതേസമയം അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങിലേക്കില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടും കോൺഗ്രസിൽ ഭിന്നസ്വരങ്ങൾ ഉയരുന്നുണ്ട്. തീരുമാനത്തെ പരസ്യമായി വിമർശിച്ച് ഗുജറാത്തിലെ നേതാക്കൾ രംഗത്ത് വന്നു. ഹൈക്കമാൻഡ് രാഷ്ട്രീയ തീരുമാനം ഒഴിവാക്കേണ്ടിയിരുന്നുവെന്ന് പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റും പോർബന്ദർ MLAയുമായ അർജുൻ മോധ്വാദിയ സാമൂഹിക മാധ്യമത്തിൽ തുറന്നടിച്ചു. ബ്രാഹ്മണനായതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിന് വിളിച്ചിരുന്നെങ്കിൽ താൻ പങ്കെടുത്തേനെയെന്നും ഗുജറാത്തിലെ പാർട്ടി വക്താവ് ഹേമാങ് റേവലും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചടങ്ങിന്റെ ഭാഗമായല്ലെങ്കിലും അയോധ്യയിലേക്ക് പോകുമെന്ന് പാർട്ടിയുടെ ഉത്തർപ്രദേശ് ഘടകം വ്യാഴാഴ്ച വ്യക്തമാക്കി. മുൻ നിശ്ചയപ്രകാരം മകരസംക്രാന്തി ദിവസമായ 15-ന് കോൺഗ്രസ് സംഘം അയോധ്യ സന്ദർശിക്കുമെന്ന് കോൺഗ്രസ് UP അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞു. AICC UP ഇൻചാർജ് അവിനാഷ് പാണ്ഡെയും സംഘത്തിലുണ്ടാകും. വിഗ്രഹപ്രതിഷ്ഠയും മകരസംക്രാന്തിയും വ്യത്യസ്തമാണെന്നും 22-ന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകുന്നില്ലെന്നുമാണ് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുള്ളതെന്നും റായ് വ്യക്തമാക്കി. പാർട്ടിയിലെ ഭക്തരെ പ്രീതിപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് UP കോൺഗ്രസിന്റെ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രി വിക്രമാദിത്യ സിംഗ് ആവർത്തിച്ചു. രാഷ്ട്രീയക്കാരനായല്ല, രാമഭക്തനായാണ് താൻ ചടങ്ങിന് പോകുന്നതെന്നും സംഘപരിവാറിന്റെ വിഭാഗീയ ആശയങ്ങളെ താൻ എതിർക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പ്രതിഭ സിംഗിന്റെ മകനാണ് വിക്രമാദിത്യ സിംഗ്.